നെക്സ്റ്റ് കേസ് പറയാനുള്ളത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തരുന്നൊരു കേസാണ്. ഈ കേസിൽ നമ്മൾ 3 മെത്തേഡാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ് ഉണ്ടെങ്കിലും നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ഫിഫോ മെത്തേഡും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡുമാണ്. അപ്പോൾ ഫിഫോ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് അല്ലേ? ആദ്യമുള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രോസസ്സ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ഉണ്ടാവുക എന്തായിരിക്കും? കഴിഞ്ഞ പ്രോസസ്സിൻ്റെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതവിടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുക. പിന്നെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്യുന്നത് പിന്നെ വരുന്നതായിരിക്കുമല്ലോ. ഓൾറെഡി ഉള്ളത് എന്തായിരിക്കും? കഴിഞ്ഞ പ്രോസസ്സിൽ ബാക്കി എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പ്രോസസ്സിൽ എപ്പോഴും ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന ഒരു 2 സെറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് ഇൻവെൻറ്ററി ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കറണ്ട് പ്രൊഡക്ഷനും. ഇങ്ങനെ 2 കോസ്റ്റാണ് വരുന്നത്. ഈ ഒരു കേസിൽ ഫിഫോ മെത്തേഡിൻ്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്തായാലും അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകും. ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിനെയാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ ഒരിക്കലും എന്തുണ്ടാകില്ല, അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കില്ല. മൊത്തം അതിനെ എടുത്തു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിഫോ മെത്തേഡിൽ വരുന്നത്. ഈ ഫിഫോ മെത്തേഡിൽ നമുക്ക് നോക്കാവുന്ന ഒരു എക്സാമ്പിളാണ്. അതിൽ വരുന്നത് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 2000 യൂണിറ്റ്സ് ആണ്. അതിൽ തന്നെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റിൽ മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തരുന്ന കേസിൽ നമ്മൾ കുറച്ച് ക്ലാസ് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എപ്പോഴും ഇനി എത്രയാണോ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ കേസാണ് നമ്മൾ എടുക്കുക. ഇവിടെ 2000 യൂണിറ്റ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ഇനി മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഇനി കംപ്ലീറ്റ് ചെയ്യാനില്ല അല്ലേ? അതുപോലെ തന്നെ ലേബർ 60% കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എത്രയാണ്? 40% ആണ്. എത്രയാണോ യെറ്റ് ടു ബി കംപ്ലീറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 60% കംപ്ലീറ്റ് ആണ്. അതിൻ്റെ എമൗണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് യൂണിറ്റിലാണ് നമ്മൾ ഇക്വാലന്റ് പ്രൊഡക്ഷൻ കാണുന്നത്. ഈ യൂണിറ്റ്സിൽ 100% കംപ്ലീറ്റ് ആണ്. ഇത് റുപ്പീസിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ്സ് കാണുന്ന സമയത്ത് മെറ്റീരിയൽസ് ഇനി കാണാനില്ല, കാരണം 100% ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഇക്വാലന്റ് പ്രൊഡക്ഷൻ കാണണമെന്നില്ല. ഇവിടെ ലേബർ 60% കംപ്ലീറ്റ് ആണ്. ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 40% കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് 60% കംപ്ലീറ്റ് ആണ് തന്നിട്ടുണ്ട്. ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 40% കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ എഴുതുന്ന സമയത്ത് കണ്ടുപിടിക്കണം. ഇനി യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് പ്രോസസ് 1 നമ്മൾ എത്രയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. 8000 ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ 2000 അവിടെ ക്ലോസിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി അതിൽ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് 100%, ലേബർ 50%, ഓവർ ഹെഡ് 50%. ദെൻ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത, അതായത് കംപ്ലീറ്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 80,000 യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദ പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ 95,000ഉം ലേബർ 60,000ഉം ആൻഡ് ഓവർ ഹെഡ് 30,000ഉം തന്നിട്ടുണ്ട്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ഈ പ്രോബ്ലത്തിൽ ആദ്യമായിട്ട് വരുന്നത് എന്താണ്? ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് കോളത്തിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതണം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. 2000 യൂണിറ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 2000 യൂണിറ്റ്സ്. ഇനി ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻപുട്ടിലും അതുപോലെ തന്നെ ഔട്ട്പുട്ടിലും നമ്മൾ എഴുതണം. അപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് 2000 ആണ്. ഈ 2000-ൽ മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ കോളത്തിൽ നമുക്ക് എന്തില്ല, എഴുതാനില്ല. ലേബർ 60% കംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് 40% ലേബർ ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 40% എന്ന് പറയുമ്പോൾ 2000-ൻ്റെ 40% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സ് എത്രയായിരിക്കും? 800 ആയിരിക്കും.
800. അതുപോലെ തന്നെ ഓവർ ഹെഡും 60% കംപ്ലീറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 60% കംപ്ലീറ്റ് ആണെങ്കിൽ ബാക്കി നമുക്കിവിടെ എഴുതേണ്ടത് 40% ആണ്. അതിൻ്റെയും 40% നമുക്ക് യെറ്റ് ടു ബി കംപ്ലീറ്റ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് 800 യൂണിറ്റ്സ് ആണ്. 800 യൂണിറ്റ്സ്. ഇങ്ങനെയാണ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എഴുതുന്നത്. ഇൻപുട്ട് കോളത്തിലും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കോളത്തിലും എഴുതണം. ഇത് ഫിഫോ മെത്തേഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ 2 കോളത്തിലും എഴുതണം. അതിൽ യെറ്റ് ടു ബി കംപ്ലീറ്റ് ഉള്ളതാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. ഇനി നമുക്ക് എത്രത്തോളം പ്രൊഡക്ഷനിലേക്ക് എടുക്കാനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്, ഇക്വാലന്റ് പ്രൊഡക്ഷനിലേക്ക് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 ഉണ്ട്. ഓൾറെഡി നമ്മളിപ്പോൾ നമ്മളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിലവിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ പ്രോസസ്സിലുള്ളത് നമുക്ക് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് 2000 ഉണ്ട്. ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതേണ്ടത്? ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് 8000 ആണ്. 8000 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8000 അവിടെ എഴുതി. ഇനി അടുത്തത് തന്നിട്ടുള്ളത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഞാൻ കുറച്ച് താഴെയായിട്ട് എഴുതുന്നുണ്ട്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഏറ്റവും അവസാനം, ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനത്തേക്കുള്ളതാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ അത് 2000 ആയതുകൊണ്ട് തന്നെ 2000 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ തന്നിട്ടുള്ളത് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻസും പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് വേർഡ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് 8000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 8000 ആണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഓൾറെഡി എന്തുകൂടി ഉണ്ടാകും? ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും കൂടി ഉണ്ടാകും. കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റഡ് ഇൻ ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ മുഴുവനായിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതാറില്ല. അതിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ 8000 ആണുള്ളത്. 8000 നിന്ന് ഈ 2000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6000 ആണ് അവിടെ എമൗണ്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള വേറൊരു രീതി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ്, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ 8000 നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറച്ചാലും നമുക്ക് സെയിം എമൗണ്ട് തന്നെയാണ് കിട്ടുക. ഇത്രയാണ് നമ്മളുടെ യൂണിറ്റ് ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കോളത്തിൻ്റെയും ടോട്ടൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ 10,000 ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 10,000 ഉണ്ട്. അപ്പോൾ ഇവിടെ ലോസോ ഒന്നുമില്ല, ഇതിനെ ബാലൻസ് ചെയ്തു. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിനെ നമ്മൾ 100% ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതിൽ 100% ആയിട്ട് തന്നെ നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ കോളത്തിലേക്ക് മാറ്റി എഴുതണം. കംപ്ലീറ്റഡ് യൂണിറ്റ് ഒക്കെ 100% ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയലിൽ 6000, ലേബറിൽ 6000, ഓവർ ഹെഡിൽ 6000 കിട്ടും. അതുപോലെ തന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എന്താ പറയുക, സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് 2000 തന്നെ വരും. ലേബർ 50% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, 1000 വരും. ഓവർ ഹെഡും 50% കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, 1000. അപ്പോൾ നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷന് ബാലൻസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ 8000, അതുപോലെ തന്നെ ലേബർ 7800, അതുപോലെ തന്നെ ഓവർ ഹെഡ് 7800 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നുണ്ട് മെറ്റീരിയൽ 95,000 കോസ്റ്റ് വരുന്നുണ്ട്, ലേബർ എന്ന് പറയുന്നത് 60,000 വരുന്നുണ്ട്, ഓവർ ഹെഡ് എന്ന് പറയുന്നത് 30,000 വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത കോളം എന്ന് പറയുന്നത് കോസ്റ്റിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലേ? ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് ലാസ്റ്റ് എത്രയായിരുന്നു കിട്ടിയത്, ആ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ അവസാനം നമ്മൾ ചെയ്തതിൽ നമുക്ക് അറിയാം എത്രയൊക്കെയാണ് ആയിരുന്നു കിട്ടിയത്.
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മെറ്റീരിയൽ 80,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ ലേബർ 7,800, ഓവർ ഹെഡ് 7,800. അതിനെ നേരെ നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ കോളത്തിലേക്ക് എടുത്തെഴുതാം. അതിൽ മെറ്റീരിയൽ 8,000ഉം ലേബർ 7,800, ഓവർ ഹെഡ് 7,800. കോസ്റ്റിനെ ടോട്ടൽ കോസ്റ്റിനെ ഇക്വാലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കിട്ടുന്നത്. മെറ്റീരിയൽ കിട്ടുന്നത് 11.875, ലേബർ വരുന്നത് 7.692, ഓവർ ഹെഡ് വരുന്നത് 3.846 ആണ്. കോസ്റ്റ് ടോട്ടൽ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1,85,000ഉം ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 23.413. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ്റെ അതായത് ആ കോളങ്ങളിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ളത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം ഏതിൽ വരണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ വരണം. അതായത് എത്രയാണോ നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷൻ കോളത്തിലൊക്കെ ചെയ്തത് അതിൻ്റെയൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിലും കാണിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എടുക്കുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുന്ന സമയത്ത് തന്നെ മെറ്റീരിയൽ നമ്മൾ 100% കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ എത്രയാണോ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ലേബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് നമുക്ക് കിട്ടിയതാണ് 800 ആണെന്ന്. യൂണിറ്റ്സ് നമ്മൾ ഇക്വിവാലന്റ് പ്രൊഡക്ഷനിൽ അതിൽ യൂണിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 800 യൂണിറ്റ് നമുക്ക് കിട്ടിയതാണ്. അതായത് എത്രയാണ് 2000 40% 800 യൂണിറ്റ്സ് ഉള്ളതാണ്. ഇനി ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയതാണല്ലോ. അപ്പോൾ ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് 7.692 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് 6,154 കിട്ടും. ദെൻ ഓവർ ഹെഡും 800 തന്നെയാണ് നമ്മളെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് അതായത് ഓവർ ഹെഡിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത് 3.846 ആയിരുന്നു. അത് ചെയ്യുമ്പോൾ 3,077 കിട്ടും. ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രമായിട്ട് വരുന്ന കോസ്റ്റ് 9,231 ആണ്. അടുത്തത് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് നമ്മൾ എഴുതുന്ന സമയത്ത് 6,000 ആണ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ്. എല്ലാം 100% കംപ്ലീറ്റ് ആണ്. അപ്പോൾ സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഓരോന്നും എന്താ പറയുക മെറ്റീരിയൽ ലേബർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇതിലെല്ലാം 6,000 തന്നെ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് 6,000 ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് ഇല്ലേ 23.413 വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ പറയുക ടോട്ടലായിട്ടുള്ള കോസ്റ്റ് കിട്ടും. ഇതിൽ കിട്ടുന്നത് 1,40,481 ആണ് ഈ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് മാത്രമായിട്ട് വരുന്ന ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രമായിട്ട് വരുന്നത് 9,231 ആയിരുന്നു. കംപ്ലീറ്റഡ് ആയിട്ടുള്ളതിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റഡ് മാത്രമായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 1,40,481. ലാസ്റ്റ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ് സെപ്പറേറ്റ് യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണിക്കണം. മെറ്റീരിയൽ 2,000 യൂണിറ്റ് ആണ് വരുന്നത്. അതിന് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയത് 11.875 ആണ്. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റ് കാണുന്ന സമയത്ത് 23,750 ആണ് മെറ്റീരിയലിന് മാത്രമായിട്ട് കോസ്റ്റ് വരുന്നത്. ദെൻ ലേബറിന് വരുന്നത് 7,692, ഓവർ ഹെഡിൽ വരുന്നത് 3,846 ആണ്. അപ്പോൾ ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മാത്രമായിട്ട് വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 35,288 ആണ്. ഇനി നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് കംപ്ലീറ്റഡിൻ്റെയും മറ്റേ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് 1,85,000 ആണ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ കാണുന്നത്. ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് പ്രോസസ് അക്കൗണ്ട്. പ്രോസസ് അക്കൗണ്ടിൽ സാധാരണ രീതിയിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2,000 യൂണിറ്റ്സ് ഉണ്ട്, മെറ്റീരിയൽസ്
8,000 യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത്രയുള്ള യൂണിറ്റ് കോളത്തിൽ ബാക്കിയൊക്കെ നമ്മളെ കോസ്റ്റാണ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് കിട്ടിയത് 9,500. അതുപോലെ തന്നെ കോസ്റ്റൊക്കെ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും കൂടി ബാലൻസ് ചെയ്ത് എഴുതുകയാണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിട്ട് ബാക്കി ബാലൻസ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഈ പ്രോസസ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു FIFO മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നൊരു കേസ്.